So let's take a small break. We have some official function. As a part of Ahlan Dawatmi 2025 cultural program, next we have some official function. For the presentation speech, I would like to welcome Mr. Shafi Palay. ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നമുക്കൊരു സാംസ്കാരിക സമ്മേളനം വേണം, അതിൻ്റെ ഒരു പ്രോഗ്രാം ഇനാഗ്രേഷൻ വേണം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ ഷാഫി പാലയിലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഷാജിക്കാക്ക് നല്ലൊരു കൈയടി എല്ലാവരും കൂടെ. आप लोग अच्छे से तालियों मारो. शाजी प्लीज, because he is the one, he is the among one for the program. Please everybody, please. Actually this Nasik Doll team, they are from Beats of Riyadh. If you want to book their programs, anything, you can contact Mr. Mahesh. He is the head of Nasik Doll. Assalamu alaikum. നമസ്കാരം. ഈ നമ്മുടെ സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വന്നിരിക്കുക. റാഫി പാലത്തോട്, നിമത്തുള്ള, ഉമ്മർ, സലീം, എല്ലാ ഹുസൈനക്ക. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദവാത്മിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ കൾച്ചർ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ നമ്മുടെ ദവാത്മിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു സന്ധ്യയാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 6 പതിറ്റാണ്ടായി മലയാളികൾ ദവാത്മിയിൽ ചേക്കേറിയിട്ട്. 6 പതിറ്റാണ്ടിന് മുന്നേ ഹജ്ജിനും അതുപോലെ തന്നെ ഉംറയ്ക്കുമായി ഇവിടെ എത്തിയിട്ടുള്ള മലയാളികൾ ജോലി അന്വേഷിച്ചിട്ട് പല ഭാഗങ്ങളിൽ കുടിയേറിയതിന്റെ ഭാഗമായിട്ട് ദവാത്മിയിലും എത്തപ്പെട്ടു. ശേഷം 1982-83 കാലഘട്ടങ്ങളിൽ അങ്ങനെ വന്നവരുടെ നിയമാവശങ്ങൾ ശരിയാക്കി അവരുടെ വിസയും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ ജോലി ചെയ്യാൻ, നിയമാനുസൃതം ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തത് ദവാത്മിയിലെ അന്ന് ബലതയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ഇന്നും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നിവിടെ നൽകിയിട്ടുള്ള ആദരവ് അല്ലെങ്കിൽ സ്നേഹം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. ദവാത്മിയ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ധ്യയാണ് ഇന്നത്തേത്. കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ വിവിധ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാനുണ്ട്. അതിലേക്ക് ഞാൻ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്തഫയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വേദിയിലിരിക്കുന്ന ദവാത്മി ബലദിയയുടെ അധികാരികൾ, അതുപോലെ തന്നെ ഉദ്ഘാടന ഷിഹാബ് കുട്ടിക്കാട്, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാൻ പേരെടുത്ത്, കാരണം സമയക്കുറവ് മൂലം പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ദവാത്മി അഹ്ലൻ ദവാത്മി 2025 നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പരിപാടിയുടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി അതിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയക്കുറവ് മൂലം. ആദ്യമായി സ്വാഗതം പറയുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി ഈ യോഗത്തിലേക്ക് അധ്യക്ഷനായി നമുക്കെല്ലാം സുപരിചിതനായ ഷാജി പ്ലാവിലയെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി ഈ വേദിയുടെ ഉദ്ഘാടകൻ നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ ഷിഹാബ് കൊട്ടുകാടാണ്. അദ്ദേഹം ഞാൻ കൂടുതൽ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കാരണം നമ്മുടെ പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എംബസിയിലും മറ്റും കയറിയിറങ്ങി അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ അറിയുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദവാത്മിയിലെ നമുക്ക് ഈ വേദി ഒരുക്കി തന്ന
നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് നമുക്ക് ഈ വേദി ഒരുക്കി തന്ന ദവാത്മിയിലെ മുനിസിപ്പാലിറ്റി അധികൃതരോടും എൻ്റെ ഈ യോഗത്തിന് ഈ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗമ്യപ്രവർത്തകനായ റാഫി പാങ്ങോട്, അതുപോലെ മറ്റുള്ള ഒരുപാട് സൗമ്യപ്രവർത്തകരുണ്ട്. ഇപ്പോൾ പേരെടുത്ത് ആരെയും പറയുന്നില്ല. അവരെല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രശസ്ത സൗദി ഗായകൻ, നമുക്ക് ഒരുപാട് പാട്ട് പാടി നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ച ആളാണ് ആഷിം ഹബ്ബാസ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, ഇപ്പോൾ സമയക്കുറവ് മൂലം ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ എത്തിയ നമ്മുടെ അന്യരാഷ്ട്രക്കായ പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട്, ബംഗ്ലാദേശി സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും ഈ അഹ്ലൻ ദവാത്മി 2025 ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇനി കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പരിപാടികൾ ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഷിഹാബ് കൊട്ടുകാടിനെ ക്ഷണിക്കുന്നു. Assalamu alaikum wa rahmatullahi wa barakatuh. Good evening, respected Mudir, Dawatmi Municipality Mudir, Engineer Turki, and respected Hashim Abbas, and dear respected municipality authorities in Dawatmi, dear community leaders of Dawatmi, and dear friends, dear citizens of Saudi Arabia and Arab countries, and citizens of Pakistan, Bangladesh, and really this opportunity is a wonderful occasion for the celebration of Ahlan Dawatmi. I think this is a marvelous arrangement done by respected Turki, Engineer Turki, under the supervision of Baladia Mudir, I think Nasser, respected Nasser. And we, first time in Dawatmi, we have an opportunity, a wonderful, a marvelous audience. Today, we enjoy the day of Dawatmi in a different way. This way, changing the image of Saudi Arabia, the changing Saudi Arabia we are seeing, experiencing in heart of you. So I really expressing my sincere gratitude and congratulations to the entire team of Dawatmi municipality and the governorate of officials of Dawatmi, and also the respected officials of tourism department, and all the government officers of Dawatmi. This opportunity is an example of the hearty relationship, how to open the people to people heartily relation by strengthening the cultural ways of the way of strengthening the love, respect, and image of the country. And really this way we can strengthen our India-Saudi or India-Pakistan or India-Bangladesh relationship in many ways. Actually, India and Saudi Arabia have a different relationship in many levels, bilateral relationship, strategic relationship, and also in cultural way. We have a year-old cultural bonding with Saudi Arabia. India and Saudi Arabia have a good friendship, and really today we experience it. The marvelous Saudi Arabia, the changing Saudi Arabia, the respected rulers of this Saudi Arabia is giving a message to the world. The Arab world is changing. So this changing country is, getting the image of another big other countries. For example, all other countries now
giving an imagination that Saudi Arabia, how the Saudi Arabia is booming. The world top booming country is Saudi Arabia. The world opportunities are opening in Saudi Arabia. The investment opportunities are here more than any other country in the world. So Saudi leadership is a message to all of the world, the way of the imagination of a ruler, how can change the citizen, how can change the world. So Saudi Arabia is, giving an opportunity to all the humanity. They are loving, giving respect and giving humanity approach to all the areas. Really, I take this as an Indian, we take this opportunity to express the sincere gratitude to the Davatmi municipality official for giving an opportunity to the burial ground, the opening of a burial ground for the non-Muslim in Saudi Arabia. First time in Davatmi area, Davatmi municipality official give a burial ground opportunity to bury all the non-Muslim in Davatmi area. See, you can get the religious respect, in Davatmi area you can give the respect as your beliefs. You can give the final homage to the deceased person. This way, the Saudi Arabia giving the respect to the humanity. In COVID time, only country, I think, we are experienced many level. In COVID time, how Saudi Arabia extended the support by giving the vaccination to the entire citizen here in Saudi Arabia. The residents and the citizen, mutually, without any inequalities, all equally give the opportunity for the vaccination, for the care, respect, and everything. This is the country of this country that way give the image of Saudi Arabia to the world. So for the Indian community totally, we are expressing our sincere appreciation to the entire government officials in Saudi Arabia, especially in Davatmi. The community volunteers in Saudi Arabia, in the Davatmi area, for the officials in the police station, in the municipality, in our department, governorate, your team are giving the hearty welcome to the Indian community. I think for any approach, for any request in front of them, when they are approaching to the concerned officials in the Davatmi area, they are heartily resolving the issue. So in that way, the Indian community, see today how the celebration become a wonderful celebration here in Davatmi. The unity and strengthen the love and respect of each and every residents here. The Pakistanis, Indians, Bangladeshis, they together, hang together, they heart together, make a celebration a reality. So, many association representatives are here, many community leaders are sitting here, and really, this way we can change the image of this country. I think next time, there are many, respected artists came from Riyadh region to make Davatmi a joyful night, to give a joyful, wonderful opportunity, wonderful occasion for you. You experiencing now, Mr. Hashim Abbas is an Arab artist. He's famous in Kerala. He's famous in Kerala and he's very famous in Indian every state. He's also an actor and cine artist, and as a singer, he's same like a Kerala. So how the people heartily relationship changing the image of the country, giving respect and give the respect and take the respect. This way, this country is changing, and for all residents, all the citizens of Saudi Arabia, especially the women. See now the Saudi Arabia giving an equal opportunity to the women empowerment. This is a message to the world. Many other countries are only just telling. Now we are experiencing as a resident, we are experiencing how the women empowerment is happening as a reality in Saudi Arabia. See the cultural changes, the sports area changes, in tourism area changes. In many areas, Saudi Arabia is giving
wonderful occasion, wonderful opportunity, and for each country giving that opportunity to become more success and prosperity in that country, and also the residents and the citizen here in this country also. So anyway, we for the entire community, Indian, Pakistani, and also for the Bangladeshis, we are expressing our sincere appreciation, and especially for the Keralais. The Kerala communities are more here. They are make this wonderful occasion more successful, and for the once again, we for the Indian community totally expressing our sincere appreciation to the Baladia Dawatmi Mudir and also the engineer Turkey also. Thank you very much. Give a nice day and wonderful opportunity. Thank you. സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി റാഫി പാങ്ങോട്ടിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ദവാദ്മി എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ പ്രദേശത്ത് ഈ രാത്രിയിൽ ഇത്ര മനോഹരമാക്കുവാനായി ദവാദ്മി ബലദിയയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മനുഷ്യസ്നേഹികളും ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇവിടെ രാജ്യങ്ങളോ അതിർത്തികളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയ ഒരവസരം, അതിന് ദവാദ്മി മുനിസിപ്പാലിറ്റി ഈ രീതിയിൽ നമ്മൾക്ക് ഇതേപോലെ ഒത്തുചേർന്ന് നമ്മളെ കലാപരിപാടികൾ നമ്മുടെ ഒരുപാട് ഇപ്പം തന്നെ ഇനിയും പ്രോഗ്രാമുകൾ നടത്തുവാനുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒരുക്കുവാനായിട്ട് അവസരമൊരുക്കി തന്നത് അങ്ങേയറ്റം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ കൂടിയാണ് ഇന്ന് കടന്നു പോയിരിക്കുന്നത്. ഇനിയും അടുത്ത വർഷം ഇതിനേക്കാളും മനോഹരമായി നമുക്കൊരു വലിയൊരു നമുക്ക് തൃശ്ശൂർ പൂരമെല്ലാം പോലെ ഒരു വലിയൊരു മാമാങ്കമാക്കി ഈ ഗ്രാമപ്രദേശത്ത് നമുക്ക് പ്രോഗ്രാം നടത്തി ആഘോഷം മറ്റ് റിയാദിൽ അതേപോലെ തന്നെ മറ്റു സ്ഥലത്തു നിന്നെല്ലാം ആളുകളെ ഇവിടത്തേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതൊരു മഹാ ഉത്സവമാക്കി തീർക്കുവാനായി ഇവിടുത്തെ സംഘാടകർക്ക് കഴിയട്ടെ. അതേപോലെ തന്നെ ഇവിടുത്തെ ബലദിയയുടെ ബഹുമാന്യനായ മുദീർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ലുലു ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഈ പ്രദേശത്തും എത്തണമെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് അവസരമൊരുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് തന്നെ നിങ്ങളോട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിനോടുള്ള ഒരു അംഗീകാരമാണ് ഈ ഇവിടുത്തെ ദവാദ്മി ബലദിയയുടേത്. എന്തായിരുന്നാലും അതിന് എല്ലാവിധ സപ്പോർട്ടും തരുവാനായിട്ട് അവർ ഉണ്ട്. എന്തായിരുന്നാലും വളരെ ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് അവസരമൊരുക്കിയ നമ്മുടെ ദവാദ്മി ബലദിയയുടെ എല്ലാ ടീം അംഗങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഇനി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിമത്തുള്ള സംസാരിക്കുന്നു. السلام عليكم. اليوم أنا أقول لها مسؤولي البلدية وأصحاب أهل البلدية دواتمي، اليوم نسرنا بهذا المهرجان، ولا سيما هذا المهرجان ما في رياض، هذا ببلدية دواتمي. هذا المهرجان رائع جدا، وأنا لي أقول هيك أرحب لكم ترحيبا حارا إلى مهرجان بلدية دواتمي، ولطيفكم مسؤولي الدواتمي بلدية دواتمي لطيفة جدا، وأشكر لكم شكرا جزيلا. السلام عليكم. ആശംസകൾ അറിയിച്ചിട്ട് ഉമ്മർ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അഹ്ലൻ ദവാദ്മി 2025 എന്ന ഈ വലിയ മഹത്തായ ഒരു മെഗാ ഷോ ദവാദ്മിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷ പരിപാടികൾ നമുക്ക് അന്യമാണ്. റിയാദ് പോലെയുള്ള
അല്ലെങ്കിൽ ജിദ്ദ, ദമാം പോലെയുള്ള വലിയ പട്ടണങ്ങളിലാണ് നമ്മൾ അത് കണ്ടിട്ടുള്ളത്. അത് ദവാത്മയിലും സാധ്യമായിരിക്കുന്നു. പ്രവാസി സമൂഹം ഇന്നിവിടെ ഒത്തൊരുമിച്ചു വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ആടിത്തിമിർത്തു. വരും കാലഘട്ടങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ഇവിടുത്തെ വിവിധ വകുപ്പ് മേധാവികൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയ അല്ലെങ്കിൽ ഈ യോഗം ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമായ നന്ദിയും ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ആദരിക്കലാണ്. ആദ്യമായി ആദരിക്കുന്നതിന് ശ്രീ ഷിഹാബ് കോട്ടുകാടിനെ ആദരിക്കുന്നു. തുർക്കി എഞ്ചിനീയർ തുർക്കി. Assalamu alaikum. Next we have some felicitation functions here. For that, let's welcome Mr. Shihab Kodgad. Mr. Shihab Kodgad, he's very famous in Riyadh, not in Riyadh, whole Saudi Arabia. He's very famous for his social and cultural activities. We can call him any time and we can ask any help for him. He will do from his wholehearted. So let's welcome Mr. Shihab Kodgad, and we can invite Mr. Engineer Turki to give the memento. Sir, please. Thank you so much, Mr. Turki. Next, we are giving the felicitation to GCC Gulf Malayali Federation Chairman, Sri Rafi Pongod. Sir, please welcome to the stage. Let's welcome Mr. Shaji Palayil, Keli Kala Samskarik Vedi. Thank you so much, Rafi sir, for your all kind-hearted support. Thank you so much. Next, we have the felicitation to Mr. Nehamatullah. He is very famous in social and cultural activities, and also he is a media person. Sir, please welcome to the stage. So let's welcome Mr. Mustafa, the committee coordinator for this event. Everyone, please put your hands together, please. आप लोग अच्छे से तालियां मारो प्लीज, बिकॉज ये लोगों का काम है ना इतना बड़ा है. प्लीज आप लोगों को कुछ सपोर्ट, कुछ हेल्प चाहिए तो ये लोगों को रात और दिन कभी भी कॉल कर सकते. नेक्स्ट वी हैव द फेलिसिटेशन टू मिस्टर हुसैन सर फॉर हिज सोशल एंड कल्चरल एक्टिविटीज. सर प्लीज वेलकम टू द स्टेज मिस्टर हुसैन. Let's welcome Mr. Shihab Kodgad and Mr. Salim Mustafa, the owner of Mumtaz Textiles. Next, Mr. Salim Mumtaz, he is honoring Mr. Hussein. Thank you so much, Mr. Hussein sir, for your all cultural activities. Thank you so much, sir. لا قول انا شايفك. لا قول لا هو المفروض انهم يشاركونا يعني عشان نشوف الارضيه كذا. لا باق Next, we have a felicitation to Mr. Hashim Abbas. He is very famous in
all the countries. I think it's not from Saudi Arabia, it's not from Pakistan, not from Bangladesh. He's very famous. He's an actor, he's a singer. And I'm welcoming Siddiq. He's from KMCC. Thank you so much, Siddiq sir. Thank you so much, Hashim. Now let's welcome Mr. Hashim. Hashim, please, few words. thank you so much. السلام عليكم ورحمة الله وبركاته. الله يبارك نمسكارو. أول شيء أخص الشكر لبلدية محافظة الدوادمي، الله يعطيهم العافية، بالأخص رئيس بلدية الدوادمي المهندس ناصر دمعان، والمهندس تركيا بن مذكر، والأستاذ سلمان السعيد ومزيد العباني، الله يعطيكم ألف عافية. ما قصرتوا على هذا الترتيب والتنظيم الرائع الجميل. وبصراحة انبسطت، أنا أول مرة أول زيارة لي في الدوادمي، وكانت بصراحة زيارة جميلة. أنا مبسوط بصراحة بشيء الحضور والزحمة. ألف مبروك على النجاح على فكرة، يعني الحضور بصراحة ما شاء الله، يعني ما شاء الله. أنا أول مرة أجي الدوادمي وقالوا لي في حضور مختلف، بس يا حظ الجالية الآسيوية اليوم. عموما يعطيكم ألف عافية، ما قصرتوا ومشكورين على التكريم، وبالأخص الجالية الهندية قدموا لنا التروفي، الله يعطيهم ألف عافية، المومنتو. Thank you so much for the Dawadmi municipality, especially the presidents of the Dawadmi المهندس engineer ناصر دمعان, engineer تركيا بالمذكر, also Salman al-Saeed and Mazid al-Abbani. Thank you so much all for this such a great and wonderful arrangement for the Dawadmi festival for Asia community. It was a great pleasure to have such a great and wonderful gathering. Really, we enjoyed a lot. Such a beautiful arrangements from all the aspects. Thank you so much, and we hope to see such a beautiful arrangements again and again in the coming years. Ameen ya Rabbil Alameen. Once more again, thank you so much. يعطيكم ألف عافية. बहुत شكرية, and happy to meet you over here. كندد سندوشم. ملاقات خير إن شاء الله. Thank you so much. السلام عليكم. ഈ സമ്മേളനത്തിന് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് സിദ്ദീഖിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ ഒരു നന്ദി പറഞ്ഞ് നീട്ടിപ്പരത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമയം ഞാൻ ഇതാവണില്ല. ഒരുപാട് പരിപാടികളിവിടെ നടക്കാനുള്ളതാണ്. നമ്മളെ ഈ പരിപാടിയിൽ അധ്യക്ഷം അലങ്കരിച്ച സാജി സാഹിബിന് നിങ്ങളെ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഷിഹാബ് കൊട്ടുകാട് സാഹിബ്, നമ്മളെ ദവാത്മി എഞ്ചിനീയർ തുർക്കി, അതുപോലെ ദവാത്മി ബലദിയയിലുള്ള എല്ലാ വർക്കേഴ്സിനും, അതുപോലെ തന്നെ ഈ ഇവിടെ എത്തിച്ചേർന്നിട്ട എല്ലാ മഹത് വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ നന്ദി ഞാൻ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനുള്ള സൗണ്ട് സിസ്റ്റം തന്ന അവരുകളും അതുപോലെ എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചും കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.